സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. സോ സമയം കളയാതെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആർത്തർ എൽസ്റ്റി ആക്ഷൻ ഹൗസ് കണ്ട് പറയുന്നുണ്ട്, വാവ് ഇതാണല്ലേ എൽസ്റ്റി ആക്ഷൻ ഹൗസ്. അപ്പോൾ എലനോർ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ഒരു കൊട്ടാരം പോലെയുണ്ട്. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, അവർ നല്ലതുപോലെ പെരുമാറിയാൽ മതിയായിരുന്നു. അപ്പം ടാബിത്ത് പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്തിരിക്കണ്ട, നീ ഇപ്പം ഈ നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്യ്. അപ്പം ലിലിയ പറയുന്നുണ്ട്, ആർത്തർ വാ നമുക്ക് അകത്തേക്ക് പോവാം, അകത്ത് ഇതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ ഇവർ എൽസ്റ്റി ആക്ഷൻ ഹൗസിൻ്റെ അകത്തേക്ക് പോകുന്നു. സോ ഇപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽസ്റ്റി ആക്ഷൻ ഹൗസിൻ്റെ 10ാമത് ആനിവേഴ്സറി അനുബന്ധിച്ച് നടക്കുന്ന ലേലം വിളിയാണ്. സോ ഈ ലേലം വിളിയിൽ കുറേ പ്രഭുക്കന്മാരും അതുപോലെ അഡ്വഞ്ചറേഴ്സും പങ്കെടുക്കാറുണ്ട്. അവർക്ക് വിൻസെൻറ്റും അതുപോലെ ഇവിടുത്തെ കളക്ടേഴ്സും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ലേലം വിളിച്ചെടുക്കാൻ കഴിയും. എന്നിട്ട് നമ്മുടെ റെയ്നോൾഡിനെ കാണിക്കുന്നുണ്ട്. റെയ്നോൾഡ് സെക്യൂരിറ്റി ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റികളോടെല്ലാം പറയുന്നുണ്ട്, എല്ലാവരും അലർട്ടായിട്ട് നിൽക്കണം, ഒരു മിസ്റ്റേക്ക് പോലും വരുത്തരുത്. അപ്പം റെയ്നോൾഡ് പറയുന്നത് കേട്ടിട്ട് ആർത്തർ പറയുന്നുണ്ട്, അച്ഛനൊന്ന് സാധാരണ ഉള്ളതുപോലെയല്ല. അപ്പം എലനോർ പറയുന്നുണ്ട്, അച്ഛൻ വളരെ കൂളായിട്ടുണ്ട്. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, നീ ഇതൊരിക്കൽ നിൻ്റെ അച്ഛനോട് പറയണം, നിൻ്റെ അച്ഛൻ എന്തായാലും ഇത് കേട്ടാൽ സന്തോഷിക്കും. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം ലേലം വിളി ഏകദേശം തുടങ്ങാറായി. അപ്പം നമ്മുടെ വിൻസെൻ്റ് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ആദ്യം തന്നെ നമ്മുടെ ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട കിങ് ബ്ലെയിൻ ഗ്ലേഡർ, അതുപോലെ ബഹുമാനപ്പെട്ട ക്യൂൻ പ്രിസില്ല, അതുപോലെ പ്രിൻസ് കർട്ടിസ്, പിന്നെ പ്രിൻസസ് കാത്തലീന, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും രാജാവിന് വേണ്ടി ജയ് വിളിക്കുന്നു. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഈ രാജാവ് ഇവിടെ ജനപ്രിയനാണെന്ന് തോന്നുന്നു. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, എൽസ്റ്റി ആക്ഷൻ ഹൗസിൻ്റെ 10ാമത് ആനിവേഴ്സറി അനുബന്ധിച്ചോടുള്ള ലേലം വിളി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ രാജാവ് മനസ്സിന്തിക്കുന്നുണ്ട്, ഇതെൻ്റെ മുൻകാല ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റെയ്നോൾഡും അതുപോലെ ടിൻ ഹോൺസ് പാർട്ടിയും ആക്ഷൻ ഹൗസിന് കാവൽ നിൽക്കുന്നുണ്ട്. സോ റെയ്നോൾഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ട് വന്നത്. നമ്മുടെ ഏദവും ആഞ്ചലയും ഡെർഡനും ജാസ്മിനും എല്ലാവരും ഇവിടെ കാവൽ നിൽക്കാൻ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ലേലം വിളി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഒരു സോഡാണ് ലേലത്തിനായി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിൻസെൻ്റ് ആ സോഡിനെ പറ്റി പറയുന്നുണ്ട്, ഈ സോഡിൽ മാന ചേർത്തിട്ടുണ്ട്, ഇത് വളരെ ഷാർപ്പാണ്, ഇതുപയോഗിച്ചുകൊണ്ട് എതിരാളിയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാന വില 50 ഗോൾഡ് കോയിൻ. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് 51, അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ട് 52. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ടെങ്കിൽ അതിലെൻ്റെ എലമെൻറ്റ് ചേർക്കായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു മാസ്ക് കൊണ്ടുവരുന്നുണ്ട്. ആ മാസ്ക് കണ്ടിട്ട് ആർത്തറിന് എന്തൊരു താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ ആലീസ് ചോദിക്കുന്നുണ്ട്, എന്താ ആർത്തർ, നിനക്ക് ഇഷ്ടപ്പെട്ട വല്ലതും കണ്ടെത്തിയോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതിനൊക്കെ നല്ല വിലയാണ്, അത് നമുക്ക് വാങ്ങാൻ കഴിയില്ല. എന്നിട്ട് ആർത്തർ ചോദിക്കുന്നുണ്ട്, സിൽവി എവിടെ പോയി? ആവോ എനിക്കറിയില്ല, ഇത്ര നേരം എലനോറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നീട് എവിടെയൊക്കെ പോയെന്നറിയില്ല. എന്നാ ഞാനൊന്ന് അവളെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടെ നിന്ന് പോകുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിൽവി എൽസ്റ്റി ആക്ഷൻ ഹൗസിൻ്റെ ഒരു വരാന്തിലൂടെ നടന്നു പോവാണ്. സോ അപ്പോൾ സിൽവിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഇയാളുടെ പേരാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ നമ്മുടെ സാപ്പിംഗ് ഇടത്തിലെ രാജാവിൻ്റെ ഗാർഡാണ്. അതുമാത്രമല്ല, നമ്മളിതിൻ്റെ മാൻകെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തി ആർത്തറിനെ ഫോളോ ചെയ്തിരുന്നില്ലേ, അയാൾ ശരിക്കും ഫോളോ ചെയ്തത് സിൽവീനായിരുന്നു. അതും സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട്. അയാൾ വർക്ക് ചെയ്യുന്നത് സെബാസ്റ്റ്യന് വേണ്ടിയിട്ടായിരുന്നു. സെബാസ്റ്റ്യന് ആർത്തറിൻ്റെ മാനാബീസ്റ്റിൻ്റെ മുകളിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ മാനാബീസ്റ്റിനെ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ആർത്തറിനെ പിന്തുടരാൻ നിയമിച്ചു. എന്നിട്ട് അയാളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ആർത്തർ എൽസ്റ്റി ആക്ഷൻ ഹൗസിൽ വരുന്നുണ്ടെന്നറിഞ്ഞതും അവിടെ വെച്ച് സിൽവിയെ പൊക്കാമെന്ന് പ്ലാൻ ഇട്ടതും. സോ ഇതൊക്കെ സെബാസ്റ്റ്യൻ്റെ പ്ലാനായിരുന്നു. സോ അതവിടെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മാനാബീസിനെ ലേലത്തിനായി കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് വേൾഡ് ലയൺ. വേൾഡ് ലയൺ ശക്തരായ മാനാബീസസ് ആണെന്ന് ഭാവിയിൽ തെളിയിക്കപ്പെടും. ഇതൊരു റാങ്കിലുള്ള വേൾഡ് ലയൺ ആണ്. ഇതിനെ വാങ്ങാൻ ആർക്കാണ് താല്പര്യമുള്ളത്? അടിസ്ഥാന വില 200 ഗോൾഡ് കോയിൻ. അപ്പോൾ ഒരാൾ 300 എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കയറ്റി 400 എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാജാവിൻ്റെ മകൻ പ്രിൻസ് കർട്ടിസ് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ആ മാനബീസ്റ്റിനെ വേണം. അപ്പം രാജാവ് പറയുന്നുണ്ട് 1000 ഗോൾഡ് കോയിൻ. ഇത് കേട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ലേലം വിളിയിൽ വിജയിച്ചതിന് ആശംസകൾ രാജാവേ, ഞങ്ങളാരും നിങ്ങളോട് മത്സരിക്കില്ല. രാജാവേ, നിങ്ങൾ നിങ്ങളുടെ പുതിയ പെറ്റിനെ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പം രാജാവ് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇതിനെ എൻ്റെ പാർട്ട്ണറാക്കാം. ഇവിടെ പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾക്കൊരു മാനാബീസ്റ്റ് ഉണ്ടെങ്കിൽ ആ മാനാബീസ്റ്റിനെ അവരുടെ പാർട്ട്ണർ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിതിനെ എൻ്റെ മകൻ കർട്ടീസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അതവൻ്റെ കഴിവിനെയും അതുപോലെ ഇഷ്ടത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ കർട്ടീസ് പറയുന്നുണ്ട്, ഞാനെൻ്റെ പരമാവധി ശ്രമിക്കാം അച്ഛാ. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിൽവിയെ കാണിക്കുന്നു. നല്ല കുട്ടിയായിരിക്കൂ, ഞാനൊന്ന് തൊട്ടോട്ടെ. അപ്പോൾ സിൽവി എന്ന് വിളിച്ചുകൊണ്ട് ആർത്തർ അങ്ങോട്ട് വരുന്നുണ്ട്.
അപ്പോൾ സെബാസ്റ്റ്യനെ കണ്ടിട്ട് നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, സാപ്പിലിനെ രാജാവിനെ സേവിക്കുന്ന കോൺജുറർ ഇദ്ദേഹത്തിനുമായി പ്രശ്നമുണ്ടാക്കാത്തതാണ് നല്ലത്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, സിൽവിയെ പോകാൻ അനുവദിക്കൂ, അവളെൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, ഓ ഇത് വിൽക്കാൻ വെച്ചതല്ല അല്ലേ, എന്തായാലും വളരെ വ്യത്യസ്തമായ മാന ബീസ്റ്റ്, നിനക്ക് വളരെ ഭാഗ്യമുണ്ട്. ഈ ചെറിയ കുട്ടിയെ കണ്ടിട്ട് ഇവൾ നല്ല അനുസരണമുള്ളവളാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ സിൽവി ആർത്തറിൻ്റെ തോളിലേക്ക് ചാടിക്കയറുന്നു. ഇപ്പം എന്തായി, നീ ഒറ്റയ്ക്ക് പോയോണ്ടല്ലേ എങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് ആർത്തർ പറയുന്നുണ്ട്. അപ്പം രാജാവ് മനസ്സിരിക്കുന്നുണ്ട്, ഇത് പ്രശ്നമാവും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവട്ടെ. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, ആ മാനാബീസിനെ അവിടെ വെച്ചേക്ക്, എനിക്ക് അനുയോജ്യമായ ഒരു മാനാബീസിന് വേണ്ടി തെരച്ചിൽ നടത്തുകയായിരുന്നു. എനിക്ക് ആ മാനാബീസിനെ തന്നേക്ക്, എനിക്ക് ആ മാനാബീസിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കഴിവും പുറത്തു കൊണ്ടുവരാൻ കഴിയും, അതുകൊണ്ട് എനിക്ക് ആ മാനാബീസിനെ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ആർത്തറിൻ്റെ ദേഹത്തേക്ക് സെബാസ്റ്റ്യൻ്റെ മാജിക് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ ആർത്തർ ഒരു തരി പോലും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നുണ്ട്, ആ മാനാബീസിനെ എനിക്ക് തന്നേക്ക്, ഞാനെന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്, കാരണം ഞാനൊരു റോയൽ കോൺജുററാണ്, അതിന് ഞാനെന്ത് വേണം. അപ്പോൾ പിന്നെയും സെബാസ്റ്റ്യൻ്റെ മാജിക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർത്തർ കണ്ണിലൊരു ഭയം പോലും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്, ഓരോ കുട്ടിയും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ആർത്തർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, ഒരു റോയൽ കോൺജുററുമായിട്ട് മത്സരിച്ചാൽ എന്താണ് നടക്കുക എന്ന് നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് പറഞ്ഞു തന്നില്ലേ, ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഞാൻ നിൻ്റെ മാതാപിതാക്കളിൽ ഏൽപ്പിക്കും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ ആകെ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞേ, നീ അതൊന്നും കൂടെ പറ. അപ്പോൾ ആർത്തറിൻ്റെ ആ പവറിൽ എൽസിയ ആക്ഷൻ ഹൗസിൻ്റെ ചില്ലുകളെല്ലാം പൊട്ടുന്നുണ്ട്. ആ പവർ താങ്ങാൻ കഴിയാതെ നമ്മുടെ വിൻസെൻ്റ് നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഇത് തികച്ചും കൊലപാതക ഉദ്ദേശമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാം രാജാവിനെ സംരക്ഷിക്കാൻ വരുന്നു. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് നോക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ളവരെ രക്ഷിക്കേ, ആരാണിത് ചെയ്തത്, നിങ്ങൾ സ്വയം പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം സെബാസ്റ്റ്യൻ ആർത്തറിൻ്റെ പവർ സഹിക്കാൻ വയ്യാതെ നിലത്ത് വീണെടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് മനസ്സിരിക്കുന്നുണ്ട്, എനിക്കെൻ്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മുടെ ആർത്തർ പഴയ സ്ഥിതിക്ക് തന്നെ ആവുന്നു. അപ്പോൾ നമ്മുടെ എലനോർ ഇതൊക്കെ കണ്ട് പേടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഞ്ചലോ വയ്ക്കുന്നുണ്ട്, എല്ലാവരും സേഫ് അല്ലേ. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ബാക്കിയുള്ളവരെ ഒഴിപ്പിക്കാൻ നോക്ക്. അതിനുശേഷം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അച്ഛാ ക്ഷമിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, സിൽവി നിന്നെ ഞെട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവിടുത്തെ രാജാവ് പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഇവിടുത്തെ സുരക്ഷാ മേധാവി റെയ്നോൾഡ് ലേവിൻ, നിങ്ങളുമായി എനിക്കൊന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് കൃത്യസമയത്ത് ഈ സംഭവം നടത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, അതിലെന്നോട് ക്ഷമിക്കണം. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, നിർഭാഗ്യവശാൽ ഇതിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, രാജാവിൻ്റെ ഇഷ്ടം പോലെ. അപ്പോൾ സെബാസ്റ്റ്യൻ ഇതിൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇപ്പോൾ ഇവിടെ ആളുകൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇയാളുടെ ശിക്ഷ ഒന്ന് ലഘൂകരിച്ചൂടെ. അപ്പോൾ സെബാസ്റ്റ്യൻ ആർത്തറിനെ നോക്കി പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ നല്ലൊരു മാന ബീസ്റ്റ് ഉണ്ട്, എനിക്കതിനെ നല്ലൊരു അന്തരീക്ഷത്തിൽ വളർത്താൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, സെബാസ്റ്റ്യൻ രാജകുടുംബത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ കുടുംബത്തെ പലതവണ രക്ഷിച്ചിട്ടുണ്ട്, ഞാനവന് ഇടയ്ക്കിടെ പ്രതിഫലം നൽകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് നിൻ്റെ മകൻ്റെ മാനബീസ്റ്റിൽ താല്പര്യമുണ്ട്, നിൻ്റെ മകൻ്റെ മാനബീസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, ഇതിലെന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, എൻ്റെ മകന് അവൻ്റെ പാർട്ട്ണർ കിട്ടിയ കാര്യത്തിൽ ഞാൻ അവനൊരു സംഭാവന ചെയ്തില്ല, അവൻ ഒറ്റയ്ക്കാണ് അവൻ്റെ പാർട്ട്ണറെ കണ്ടെത്തിയത്, അതുകൊണ്ട് എനിക്കിതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ രാജാവ് ആർത്തറിനോട് വയ്ക്കുന്നുണ്ട്, നീ എന്ത് പറയുന്നു? അപ്പോൾ നമ്മുടെ ആർത്തർ രാജാവിന് നേരെ തലയുയർത്തി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഗാർഡ് പറയുന്നുണ്ട്, കുട്ടി, ഉയർന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണുകൾ താഴ്ത്തി സംസാരിക്കണമെന്ന് നിൻ്റെ മാതാപിതാക്കൾ നിന്നോട് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, അതിലെന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ആർത്തർ തല താഴ്ത്തിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, ശാന്തനാകൂ, അവൻ സാപ്പിനിലെ രാജാവാണ്. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, നിങ്ങളുടെ ദയയുള്ള ഈ ഓഫറിന് നന്ദി, പക്ഷേ എനിക്കിത് നിരസിക്കേണ്ടി വരും, സിൽവിക്ക് പകരമായിട്ട് എനിക്ക് വേറൊന്നിനും കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഗാർഡ് പറയുന്നുണ്ട്, ഇവനത്ര അഹങ്കാരിയാണ്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ ലേലം വിളിച്ചെടുത്ത ഈ വേൾഡ് ലയണുമായിട്ട് നിൻ്റെ മാനാബീസിനെ കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി നിനക്കെന്താ പറയാനുള്ളത്? നിൻ്റെ മാനാബീസിനെ കണ്ടിട്ട് അത് വളരെ അപൂർവമായ ഒന്നാണെന്ന് തോന്നുന്നു, പക്ഷേ ആ മാനാബീസിന് വളരാൻ കഴിയുമെങ്കിലും അതിന് മറ്റു മാനാബീസിനെ പോലെ ശക്തനാവാൻ കഴിയില്ല. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, രാജാവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, എനിക്ക് സിൽവിയെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ല. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് 2 വട്ടം ചോദിച്ചു, അവസാനമായിട്ട് ഒരു വട്ടം കൂടി ചോദിക്കുന്നു,
നിനക്ക് ആ മാനാബീസിനെ എനിക്ക് തരാൻ സമ്മതാണോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, മഹാരാജാവേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ നിങ്ങളുടെ മകനെ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ എന്നോട് ചോദിക്കും? നിങ്ങളെന്നോട് 3 വട്ടം ആ ചോദ്യം ചോദിച്ചു. അതിന് 3 വട്ടവും ഞാൻ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. നിങ്ങളുടെ സ്വന്തം കുട്ടിയെ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെനിക്ക് എത്ര രൂപ തരും? അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, പിടിക്കവനെ. അപ്പോൾ ആ ഗാർഡ്സ് നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷെ നമ്മുടെ ആർത്തർ അവൻ്റെ മാൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഗാർഡ്സിനെല്ലാം തോൽപ്പിക്കുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, ഒരു കുട്ടിയെ പോലും കൊല്ലാൻ കഴിയാത്ത നിങ്ങളൊക്കെ എന്തൊരു ഗാർഡ്സാണ്. എനിക്ക് ആ മാനാബീസ്റ്റിനെ വേണം, എനിക്കതിന് അത്ര വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ സിൽവി അവന് പഠിപ്പിച്ചു കൊടുത്ത ടൈമിനെ ഫ്രീസ് ചെയ്യാനുള്ള മാജിക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തറും സെബാസ്റ്റ്യൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഫ്രീസായിട്ട് നിൽക്കുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, എന്താണിത്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ സ്പെല്ല് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിട്ട് സെബാസ്റ്റ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ഒരു നൃത്തമുണ്ട്. യാ മോനെ, രോമാഞ്ചം. ബെറ്റർ അനിമേഷൻ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ രോമാഞ്ചം വരേണ്ട സീനായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ 2 കണ്ണിൻ്റെ അവിടെ ഒരു മഞ്ഞ പാട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ അവൻ്റെ ലെഫ്റ്റ് കണ്ണിൽ നിന്ന് ഒരു നീല വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാനൊരു റോയൽ ഗാർഡാണ്, നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആർത്തർ അവൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ്റെ കാലൊടിക്കുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ വേദനയോട് പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും രക്ഷിക്ക്, ആർക്കൊന്നും കേൾക്കാനില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അവർക്കാർക്കും ഒന്നും കേൾക്കാൻ കഴിയില്ല, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നേ? നീ ഒരു റോയലിനെതിരെ ഇങ്ങനെ ചെയ്താ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ പിന്നിൽ സിൽവിയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവിടുന്ന് ബോധം കെട്ട് വീഴുന്നു. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ ഉണരുമ്പോൾ അവനവൻ്റെ വീട്ടിലാണ്. എൻ്റെ തല, ഞാനെൻ്റെ മാജിക്കിൻ്റെ അതിര് വിട്ടുപോയി. എന്നാലും എനിക്ക് ടൈമിനെ കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇനി എനിക്ക് ആ മാജിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നന്നായി ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ആലീസ് വരുന്നുണ്ട്. ആർത്തർ, നീ എണീറ്റോ? അപ്പോൾ ആർത്തർ വയ്ക്കുന്നുണ്ട്, മമ്മ, ഞാൻ ബോധം കെട്ട് പോയതിനു ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചേ? അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, നീ ബോധം കെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഷോക്കായി. ഞാനെൻ്റെ മാന ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഹീൽ ചെയ്യാൻ നോക്കി. ഡോക്ടർമാർ പറഞ്ഞത് നീ പെട്ടെന്ന് തന്നെ ഉണരുമെന്നാ. പക്ഷേ എനിക്കത് അത്ര പെട്ടെന്നായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലീസ് കരയുന്നു. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വീണ്ടും എൻ്റെ അമ്മയെ കരയിച്ചു. ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ അതുപോലെ ആലീസും ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ആലീസ് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കടയിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ ആലീസ് ആർത്തറിന് കൊടുത്ത് പറയുന്നുണ്ട്, ആർത്തർ, ഇത് എലനോറിന് നീ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് കൊടുത്തോ? അതുമാത്രമല്ല, നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നീ വാങ്ങിച്ചോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അമ്മ, അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, റെയ്നോൾഡിന് അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്, എനിക്കൊരു ജോലിയുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസിൻ്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്നുകൊണ്ട് ഫാൻസി മാലകൾ അതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കും, എന്നിട്ട് അത് കടകളിൽ കൊണ്ടുപോയി വിൽക്കും. സോ ആലീസിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആർത്തർ ഒന്ന് ആശ്ചര്യപ്പെടുന്നുണ്ട്. സോ നമ്മുടെ ആലീസിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടുത്തെ ജനറൽ സ്റ്റോഴ്സിലും അതുപോലെ പ്രഭുക്കന്മാർക്കിടയിലും വളരെ ഫേമസ് ആണ്. ഇവർക്കൊക്കെ ആലീസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ ടാബിത്തയാണ്. അതിനുശേഷം നമ്മുടെ ആർത്തർ ആലീസ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റൊക്കെ കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, റെയ്നോൾഡിനെ എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനും ജോലി ചെയ്യുന്നു. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സാപ്പിംഗ് കിണ്ടത്തിലെ രാജാവ് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി ഒരാളെ റെയ്നോൾഡിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ റെയ്നോൾഡ് അയാളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ പണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത്, എൻ്റെ മകൻ ഏകദേശം മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആർത്തർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ റെയ്നോൾഡ് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഇല്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് നീയാണല്ലേ, ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി രാജാവ് എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മേശപ്പുറത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വെക്കുന്നു. അപ്പോൾ രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വളരെ എളിമയായ രീതിയിൽ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയാണല്ലേ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഇവിടെ വരെ വന്നതിന് നന്ദി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു മകനുണ്ട്, നിങ്ങളുടെ മകനെ ആക്രമിച്ച 2 കാറുകളെയും ഇതിനകം പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, അവരെൻ്റെ മകനെ കൊല്ലാനാണ് ശ്രമിച്ചത്, എന്നിട്ട് രാജാവ് അവർ നിസ്സാരമായിട്ട് പുറത്താക്കിയെന്നോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനാണ് രാജാവിനോട് മോശമായി പെരുമാറിയത്. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, അത് നിങ്ങൾ കാരണമാണ്. അപ്പോൾ അയാൾ റെയ്നോൾഡിനോട് പറയുന്നുണ്ട്, നിങ്ങൾ സുരക്ഷയിൽ വീഴ്ച വരുത്തിയതിനാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അത്ര മതി അച്ഛാ, ഞാനും ഒന്ന് കുറച്ച് അതിർത്തി കടന്നു, പിന്നെ എനിക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, എന്നാ നീ പറയുന്ന പോലെ
അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു. എന്നിട്ട് റെയ്നോൾഡ് ആ പണം ആർത്തറിന് കൊടുക്കുന്നു. നീ മരിക്കേണ്ടതായിരുന്നു, കൂടാതെ ഈ പണം നിനക്ക് എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ ആവശ്യം വരും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നന്ദി അച്ഛാ. അപ്പം നമ്മുടെ ആദം അതുപോലെ ഡെർഡനും ഇവരുടെ അടുത്ത് വന്ന് കരയുന്നു. ഇവർ രണ്ടുപേരും കരയുന്നത് എന്തിനാണെന്ന ചിന്തയിലാണ് നമ്മുടെ ആർത്തർ അതുപോലെ റെയ്നോൾഡും. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഈ സംഭവം എന്നെ വളരെയധികം വിനീതനാക്കി. ഞാൻ ഈ ലോകത്ത് വെറും ഒരു കുട്ടിയാണെന്ന് ഈ സംഭവം എന്നെ ബോധ്യപ്പെടുത്തി. രാജശക്തികളെ നേരിടണമെങ്കിൽ അവർക്ക് തുല്യമായ ശക്തി ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ സൈറസ് അക്കാദമിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ അവരുടെ മാനവീയ സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൂങ്ങ ആർത്തറിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ടത് പറന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ ആ മൂങ്ങയെ ഫോളോ ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുത്തശ്ശി ആർത്തറിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ആർത്തർ. അപ്പോൾ ഈ മുത്തശ്ശി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുത്തശ്ശിയാണ് സൈറസ് അക്കാദമിയുടെ ഡയറക്ടറും അതുപോലെ ഫൗണ്ടറും. ഈ മുത്തശ്ശിയുടെ പേര് സിന്ധിയ ഗുഡ്സ്കി എന്നാണ്. സോ ഈ മുത്തശ്ശിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിലും ഈ മുത്തശ്ശിയും നമ്മുടെ ആർത്തറും ഇങ്ങനെ പരിചയപ്പെട്ട് അറിയണമെങ്കിലും നമ്മളിതിൻ്റെ മാൻകട എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. സോ ഇവിടെ വെച്ച് ഇതിൻ്റെ 10ാമത്തെ എപ്പിസോഡ് കഴിയുന്നു. ഇനി 11ാമത്തെ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.